നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള ദേവസംഗമം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് പുറകുവശത്തുള്ള KMC യാർഡിൽ തീപിടുത്തം. മലയോര യാത്രയുടെ തുടർച്ചയായി UDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് തൃശൂർ ജില്ലാ കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. 42 ആനകൾ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. പൂരം ദിവസം അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായതോടെ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തി. പല്ലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളുടെയും അവിടെ നിന്നും കൈതവളപ്പ് വരെ തേവർക്ക് 11 ആനകളുടെയും അകമ്പടിയോടെയുള്ള പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകളോടെയുള്ള പാണ്ടിമേളവും ഉണ്ടായി. പാണ്ടിമേളം അവസാനിച്ചതോടെ ഇടതുവശത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും അണിനിരന്നു. വൈകുണ്ഠത്തിൽ അനന്തശായിയായ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടും ഭൂമി ദേവിയോടും കൂടി വിരാജിക്കുകയാണെന്ന സങ്കല്പം. ഭൂമി ദേവിയോടും ലക്ഷ്മി ദേവിയോടും കൂടി എഴുന്നള്ളി നിൽക്കുന്ന തേവരെ പ്രദക്ഷിണം വെച്ച് തൊഴുന്നത് സർവ്വദോഷഹരവും സർവാഭീഷ്ടദായകവുമാണ്. ദൃശ്യശ്രവ്യ സുന്ദരമായ ഈ കൂട്ടിയെഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിക്കാൻ പരസഹസ്രം ഭക്തജനങ്ങൾ ഒത്തുചേർന്നു. 7 മണിവരെ ഇരുഭാഗങ്ങളിലും പാണ്ടിമേളമുണ്ടായിരുന്നു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് പുറകുവശത്തുള്ള KMC യാർഡിൽ തീപിടുത്തം. മുൻകാലത്ത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ യാർഡിലുണ്ടായിരുന്ന പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്കിനാണ് തീപിടിച്ചത്. ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിൽ തീപിടുത്തമുണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ നിന്നും പുതുക്കാട് നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ ഏകദേശം 2 മണിക്കൂറോളം കഠിന പ്രയത്നത്തിലൂടെ തീയണച്ചു. ടാറായതിനാൽ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ 500 ലിറ്റർ ഫോം ഉപയോഗിച്ചാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. വലിയ തീപിടുത്തത്തിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അവിടെ സ്ക്രാപ്പുകൾ കത്തിപ്പിടിച്ചിട്ടാണ് പഴയ മെഷീനറീസ് കത്തിപ്പിടിച്ചിട്ടൊരു തീപിടുത്തമുണ്ടായി. 2 ഫയർഫോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതുക്കാട് ചാലക്കുടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 3 വാഹനങ്ങൾ വന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ. ജനങ്ങളുടെ ജീവനും സ്വത്തും ആക്രമിക്കപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ പകച്ചു നിൽക്കുകയാണ്. മലയോര സമരയാത്രയുടെ തുടർച്ചയായി ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ CG ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ OS ചന്ദ്രൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, UDF കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ VA അബ്ദുൽ കരീം, ജെയിംസ് പോൾ, ജോണി പുല്ലൻ, എബി ജോർജ്, TP പോൾ, VM ആന്റണി, തോമസ് കണ്ണത്ത്, തോമസ് മാളിയേക്കൽ, ബിജു S ചെറിയത്ത്, ഘടകകക്ഷി നേതാക്കളായ II അബ്ദുൽ മജീദ്, മീരാസ വെട്ടുക്കൽ, വിൽസൺ മേച്ചേരി, KR കിരൺ, CB വട്ടലായി, പ്രേംജി, KA ജേക്കബ്, അനിയൻ കൊടകര തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തേക്കും ഈ വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ചാലക്കുടി നഗരത്തിൽ പുലി വന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വനംവകുപ്പ്
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് അത്തരത്തില് വന മേഖലയിൽ നിന്ന് മാറി ഇന്ന് നഗരപ്രദേശത്തേക്കും വന്യമൃഗങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി വന്യമൃഗങ്ങൾ ആക്രമണം തുടരുമ്പോൾ സർക്കാർ പുലർത്തുന്ന നിഷ്ക്രിയത്വം ഭയാനകമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. കഴിഞ്ഞ 9 വർഷത്തിനിടെ 8000-ലധികം പേർക്ക് പരിക്കും 1300-ഓളം പേർക്ക് ജീവഹാനിയും സംഭവിച്ചിട്ടും വനം വകുപ്പോ വനം മന്ത്രിയോ പ്രശ്നപരിഹാരത്തിനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ ജനങ്ങളെ മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. മലയോര സമരയാത്രയുടെ തുടർച്ചയായി പരിയാരം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ UDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ PK ജേക്കബ്, PK ഭാസി, മണ്ഡലം പ്രസിഡന്റ് VC ബെന്നി, പ്രിൻസ് മുണ്ടൻമാണി, CV ആന്റണി, NC തോമസ്, ലിൻസൺ നടവരമ്പൻ, ജോൺ മുണ്ടൻമാണി, ഗബ്രിയേൽ കിഴക്കൂടൻ, ഷാജു വടക്കൻ, സെബാസ്റ്റ്യൻ നെടുങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ക്രൂരമായ മർദ്ദനമേറ്റ് ആക്രമണമേറ്റ് മരണപ്പെട്ടു. ഇടുക്കിയിലെ പെരുവന്താനത്ത് സോഫിയ എന്ന് പറയുന്ന ഒരു സഹോദരി കുളിക്കാൻ വേണ്ടി ആറ്റിലേക്ക് പോയി. കാട്ടാന തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞ് ആ സോഫിയയെ ഗുരുതരമായ നിലയിൽ പരിക്കേൽപ്പിക്കുകയും അവസാനം സോഫിയ മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് പാലോട് ബാബു എന്നൊരു ആദിവാസി അതേ ദിവസം തന്നെ ഏതാണ്ട് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വനവിഭവങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോയത്. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വെറ്റിലപ്പാറ സ്വദേശി 52 വയസ്സുള്ള എളംപ്ലാശ്ശേരി ജിമ്മിക്കാണ് പരിക്കേറ്റത്. തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. വാരിയലിനുൾപ്പെടെ പരിക്കേറ്റ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 വെറ്റിലപ്പാറ 14-ലായിരുന്നു സംഭവം. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോയതായിരുന്നു ജിമ്മി. ഭക്ഷണം കഴിച്ച് തിരികെ വരുന്നതിനിടയിൽ വീടിന് സമീപത്ത് വെച്ച് കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ആന തുമ്പിക്കൈ കൊണ്ട് ജിമ്മിയെ എടുത്തെറിയുകയായിരുന്നു. ജിമ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ശബ്ദമുണ്ടാക്കി ആനയെ അവിടെ നിന്നും തുരത്തി കാടുകയറ്റിവിട്ടത്. രാത്രിയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തോന്നിയില്ലെങ്കിലും നേരം വെളുത്തതോടെ ദേഹമാസകലം നീരുവെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. ഇതോടെ ജിമ്മിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ജിമ്മി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എക്സ്റേയിൽ വാരിയലിന് ചിഹ്നലുള്ളതായി കണ്ടെത്തി. പല്ലുകളും ഇളകിയിട്ടുണ്ട്. നിരന്തരം കാട്ടാനാക്രമണമുള്ള പ്രദേശം കൂടിയാണ് വെറ്റിലപ്പാറ. പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിൽ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുറത്തേക്ക് പോയായിരുന്നു. ഞാൻ മാപ്പിളുടെ വീട്ടിൽ വൈഫ് കൊല്ലത്ത് ജോലി പിള്ളേരും അവിടെയാണ് പഠിക്കണത്. അപ്പം അങ്ങനെ ഫുഡ് പഠിച്ചിട്ട് വരുമ്പം ആന റോഡിലൊരു പ്ലാവിൻ്റെ അവിടെ നിന്ന് ചക്ക ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ റോട്ടിൽ നിന്ന് ഓടിച്ച് എന്നെ എടുത്തു, എന്നെ ഒരു തട്ട് കൊടുത്തു. പിന്നെ ആന പിന്നാലെ വന്നു. എനിക്കൊന്നും ഒരു ഓർമ്മ പിന്നെ ഇങ്ങനെയൊന്നും ഓർമ്മയില്ല. അതിൻ്റെ അവിടെ കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ KSRTC സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ KSRTC സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണമെന്ന് BMS ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് തൃശൂർ ജില്ലാ കൺവെൻഷൻ ചാലക്കുടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. ഏപ്രിൽ 30-ന് തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധനയിൽ BMS യൂണിയന് ചരിത്രം വിജയം നൽകാൻ ജീവനക്കാർ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് MS സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K മഹേഷ്, ജില്ലാ പ്രസിഡന്റ് KV വിനോദ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ TC സേതുമാധവൻ, AC കൃഷ്ണൻ, MK ഉണ്ണികൃഷ്ണൻ, P ആനന്ദൻ, MR രമേഷ് കുമാർ, VA ബിജു എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, പ്രിന്റ് മീഡിയ, വിഷ്വൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ രംഗത്തും ഭാരതീയ സംഘത്തിന്റെ ചരിത്രപരമായ അംഗീകാരത്തിന്റെ ഭാഗമായിട്ടുള്ള അതിവിപുലമായ പ്രചരണ പരിപാടി നടക്കുകയുണ്ടായി. ദീർഘകാലം നിരന്തരമായി പ്രവർത്തിച്ച് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് അവസാനം 2021-ൽ ആദ്യമായിട്ട് KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ BMSന്റെ ചരിത്രപരമായ വിജയം സമ്മാനിച്ചു KSRTC ജീവനക്കാർ.
അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അഡ്വക്കേറ്റുമാർ ധർണ നടത്തി. അന്യായമായ കോർട്ട് ഫീ വർധനവിനെതിരെ കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അഡ്വക്കേറ്റുമാർ ധർണ നടത്തി. ചാലക്കുടി ബാർ അസോസിയേഷൻ കോടതി സമുച്ചയത്തിന് മുന്നിലായിരുന്നു കോടതി നടപടികളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധ ധർണ. വർദ്ധിപ്പിച്ച ഫീസ് എത്രയും വേഗം പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ടോമി മുണ്ടൻമാണി, സെക്രട്ടറി വിൽസൺ ജോസ്, ജോയിന്റ് സെക്രട്ടറി ഗ്രേസി ജോയ്, അഡ്വക്കേറ്റുമാരായ ബിജു എസ് ചിറയത്ത്, അജയ് വി എ, ക്ലെമൻസ് തോട്ടപ്പള്ളി, എം ഡി ഷാജു, സി എ വർഗീസ്, ഡേവിസ് കോട്ടക്കാരൻ, കുഞ്ഞുമോൻ, ജയന്തി ആർ, പി പി പീറ്റർ, സിന്ധു അനിൽകുമാർ, ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ടി കെ രാജീവ്, ഇ ടി ബഷീർ എന്നിവർ സംസാരിച്ചു. മറ്റെല്ലാ ഫീസും കൂടി, അതുകൊണ്ട് തന്നെ കോർട്ട് ഫീ വർധനവ് വേണമെന്ന് പറയുന്ന ഒരു സംഗതി വിശേഷമാണ് പലർക്കും ഇടയിലുള്ളത്. തീർച്ചയായും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, അത് 2 രൂപയായി. ആ വർധനവ് ആർക്കും പ്രോബ്ലം ഇല്ലാത്തൊരു വർധനവ് ജനങ്ങളുടെ പേരൊരു ഭാരമല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അന്യായമായൊരു വർധനമാണ്. 75 നിന്നാണ് 25 കടന്നേക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരും ശക്തമായിട്ട് പ്രതിഷേധിക്കണം. ഈ ക്ലർക്കുമാരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണയും ഉണ്ടാവും. ആ പിന്തുണയെ ഞങ്ങൾക്ക് KSEയുടെ കൊടകരയിലും സമീപ പ്രദേശങ്ങളിലും കുട്ടികൾക്ക് സൗജന്യമായി കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കൊടകര ഫുട്ബോൾ അക്കാദമിയുടെ പരിശീലനത്തിന്റെ ധനശേഖരണത്തിനായി മെയ് 10, 11 തീയതികളിൽ നടത്തുന്ന കൊടകര സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് 2025 സീസൺ 2 സമ്മാന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടത്തി. ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി നെടുമ്പാക്കാരന് കൂപ്പൺ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരിയും 1ാം വാർഡ് അംഗവുമായ പ്രനില ഗിരീശൻ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ കൊടകര, കൺവീനർ നീരജ്, ജോയിന്റ് കൺവീനർ ബിനു ജി നായർ, അരുൺകുമാർ പി കെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷിൻഡോ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,560 രൂപ, പവന് 68,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള ദേവസംഗമം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് പുറകുവശത്തുള്ള KMC യാർഡിൽ തീപിടുത്തം. മലയോര യാത്രയുടെ തുടർച്ചയായി UDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെറ്റിലപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് തൃശൂർ ജില്ലാ കൺവെൻഷൻ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.